നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. നെടുമ്പാറ TCNM ഹൈസ്കൂളിലെ +2 വിവാദം. MLA അഡ്വക്കേറ്റ് കെ രാജുവിനെതിരെ പ്രസ്താവന നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനെതിരെ CPI. MLAയെ കരിവാരിത്തേക്കാൻ ശ്രമമെന്ന ആരോപണം. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയെന്ന CPIയുടെ ആരോപണം. ആര്യങ്കാവിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിളിന്റെ നേതൃത്വത്തിൽ കടത്താൻ ശ്രമമെന്ന ആരോപണം. വാങ്ങൽ നികുതി പൂർണ്ണമായി ഒഴിവാക്കുന്നതുവരെ പണികൾ ഏറ്റെടുക്കില്ലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ഓഗസ്റ്റ് 1 PWDയുടെ കൊല്ലം ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചെറിയ പെരുന്നാൾ അവധിയുടെ മറവിൽ ചിതറയിൽ മണ്ണുമാഫിയയുടെ വിളയാട്ടം. തലവരമ്പിൽ തിങ്കളാഴ്ച രാത്രി കൃഷിയിടം മണ്ണിട്ട് നികത്താൻ ശ്രമം. വാർത്തകൾ വിശദമായി. ചെറിയ പെരുന്നാൾ അവധിയുടെ മറവിൽ ചിതറയിൽ മണ്ണുമാഫിയയുടെ വിളയാട്ടം. തലവരമ്പിൽ തിങ്കളാഴ്ച രാത്രി കൃഷിയിടം മണ്ണിട്ട് നികത്താൻ ശ്രമം നടന്നു. നേരത്തെ വില്ലേജ് ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിയ ഭൂമിയാണിത്. നാളുകൾക്ക് മുമ്പ് റോഡ് പുറമ്പോക്ക് കൈയേറിയതിനെ തുടർന്ന് വിവാദമായ സ്ഥലം മണ്ണിട്ട് നികത്താനാണ് ശ്രമം നടന്നത്. മുമ്പ് വിവാദ സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വില്ലേജ് ഓഫീസർ തടഞ്ഞിരുന്നു. 100 മീറ്ററോളം ദൂരത്തിൽ റോഡ് കൈയേറി സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ തകർത്ത PWD വക സ്ഥലം സ്വകാര്യ വ്യക്തി കൈക്കലാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതുവഴി ഉണ്ടായിരുന്ന തോട് ദിശ മാറ്റി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് റീസർവേ നടപടികൾ കഴിയുന്നതുവരെ ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ച് മണ്ണിട്ട് നികത്താനാണ് ശ്രമം നടന്നത്. ആഴ്ചകൾക്ക് മുമ്പ് വില്ലേജ് ഓഫീസർ വന്ന് ഈ വസ്തു റോഡ് കയറ്റി ഇടിച്ചത് സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുകയും അത് തടയുകയും ഈ വസ്തു മേലിൽ അളന്ന് തിട്ടപ്പെടുത്താതെ വസ്തുവിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കരുത് എന്ന് വില്ലേജ് ഓഫീസർ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതും രേഖാമൂലം ഈ ഗോപി എന്ന് പറയുന്ന വസ്തുവിന്റെ ഉടമയ്ക്ക് അറിയിപ്പ് നൽകിയിട്ടുള്ളതുമാകുന്നു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി, അതായത് ചെറിയ പെരുന്നാളിന്റെ അവധിയായ ഇന്നലെയും ഇന്നും അവധി ആണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മണ്ണ് 50 ലോഡിന് അടുത്തോളം മണ്ണടിച്ച് ഈ വസ്തുവിലിടുകയും ഈ നീർത്തടം പോലെ കിടക്കുന്ന ഈ വസ്തു മണ്ണിട്ട് നികത്തുന്നത് മൂലം താഴോട്ടുള്ള ജനങ്ങളുടെ കുടിവെള്ളം പ്രശ്നവും അതുപോലെ തന്നെ ഇവിടുത്തെ നീരൊഴുക്ക് തടയുന്ന രീതിയിൽ ഉണ്ടായിരുന്ന തോട് നികത്തുകയും അതുപോലെ തന്നെ സർക്കിളിനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരികയും ഈ റോഡ് കയറ്റി ഇടിക്കുന്നത് സംബന്ധിച്ച് JCB ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം സർക്കിളിന്റെ മധ്യസ്ഥതയിൽ പ്രശ്നം ഒത്തുതീർക്കുകയും ഇത് അളന്ന് തിട്ടപ്പെടുത്താതെ ഇതിലൊരു നിർമ്മാണ പ്രവർത്തനവും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതുമാകുന്നു. പല ആവർത്തി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടും പലരും പോയി അറിയിച്ചിട്ടും ഇതുവരെ പോലീസ് ഈ സംഭവ സ്ഥലം എത്തി സന്ദർശിച്ചിട്ടില്ല. പാറക്വാറികൾക്കെതിരെ സംരക്ഷണ സമിതി രൂപീകരിച്ചും സമരങ്ങൾ നടത്തിയും പ്രകൃതി സംരക്ഷണത്തിനായി പോരാടുന്ന പ്രകൃതി സ്നേഹികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം. ക്വാറി മാഫിയയ്ക്കെതിരെ ശബ്ദമുയർത്തിയവർ മണ്ണ് മാഫിയയുടെ അഴിഞ്ഞാട്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. അതേസമയം ഈ വസ്തുവിന്റെ ഉടമ പ്രകൃതി സംരക്ഷണ സമിതിയിൽ അംഗമാണെന്നും സൂചനയുണ്ട്. തലവരം അമ്പലത്തിന്റെ സൈഡിൽ നിന്നും 50 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിൽ റോഡിന്റെ സൈഡ് വെട്ടിയിടിച്ച് പണ്ട് വയലായിരുന്ന സ്ഥലം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലും മണ്ണിട്ട് നികത്തി ആ മണ്ണാണ് ഈ കിടക്കുന്നത്. ഇവൻ പരിസ്ഥിതി പ്രവർത്തകന്റെ കൺവീനറാണ് PK ഗോപി. ഇയാളാണ് ഇത് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. നെടുമ്പാറ TCNM HSൽ +2 അനുവദിക്കപ്പെട്ടത് MLAയുടെ ശ്രമഫലമായല്ലെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ CPI കഴുതിരട്ടി ലോക്കൽ കമ്മിറ്റി രംഗത്ത്. എല്ലാ പഞ്ചായത്തുകളിലും +2 എന്ന സർക്കാർ നയം നടപ്പായതിന്റെ ഫലമാണ് പുതിയ +2 എന്ന് SC സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നെടുമ്പാറ TCNM HSൽ +2 അനുവദിക്കുന്നതിനായി MLA പ്രവർത്തിച്ചുവെന്നും MLA കരിവാരിത്തേക്കാനാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രമിക്കുന്നതെന്നും CPI കഴുതിരട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PB അനിൽമോൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര തോട്ടം മേഖല എന്ന നിലയിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ നിലവിലുള്ള സർക്കാർ സ്കൂളായ TCNM ഹൈസ്കൂളും ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളും അപ്ഗ്രേഡ് ചെയ്ത് +2 ആക്കണം എന്ന നിലപാടാണ് കെ രാജു MLA സ്വീകരിച്ചത്. അത്തരം നിലപാട് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചത്. എന്നാൽ സർക്കാരിൻ്റെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളായ TCNM ഹൈസ്കൂൾ +2 ആക്കി ഉയർത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുവാൻ MLAയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സൂപ്പർ MLA ചമയാനാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രമിക്കുന്നത്. ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ അഡ്വക്കേറ്റ് കെ രാജു MLAയെ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. MLAയുടെ പ്രവർത്തനം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത്തരം രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
ജനങ്ങളുടെ ഇടയിൽ ജനകീയനായ ഒരു MLA കരിതേച്ച് കാണിക്കാനും സൂപ്പർ MLA ചമഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ചിന്റെ സ്വഭാവമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സ്വീകരിച്ചിരിക്കുന്നത്. പുനലൂർ MLA മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന്റെ ഭാഗമായാണ് നെടുമ്പാറയിൽ +2 അനുവദിച്ചതെന്നും MLAയെയും പാർട്ടിയെയും കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും അനിൽമോൻ പറഞ്ഞു. അഡ്വക്കേറ്റ് കെ രാജു MLA മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇടപെട്ടാണ് ആര്യങ്കാവ് പഞ്ചായത്തിൽ +2 സ്കൂൾ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വസ്തുതകളെല്ലാം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ മറച്ചുവെച്ചുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം നീചമായ പ്രവൃത്തികൾ നടത്തി MLAയും MLA പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കരിതേച്ച് കാണിക്കാനുള്ള കുത്സിത ശ്രമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ചെറുത്തു തോൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ജില്ലാ പഞ്ചായത്ത് അംഗം AC സഞ്ജയ് ഖാൻ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയെന്ന് CPI കഴുത്തുരുട്ടി ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. ലൈവ് വാർത്തയോട് സംസാരിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PB അനിൽമോനാണ് ആരോപണം ഉന്നയിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ആര്യങ്കാവ് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ആയിട്ട് നടത്തിയിട്ടുള്ള എത്ര പദ്ധതി നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. നെടുമ്പാറ TCNMHSൽ +2 അനുവദിക്കപ്പെട്ടതിന് പിന്നിൽ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ശ്രമമില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് AC സഞ്ജയ് ഖാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പ്രസ്താവനയോട് പ്രതികരിക്കുന്നതിനിടെയാണ് CPI കഴുത്തുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PB അനിൽമോൻ സഞ്ജയ് ഖാനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല, ബിനാമി കരാറുകാരെ ഉപയോഗിച്ച് പണികൾ ചെയ്യിക്കുന്നു. TCNM ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ പണി ചെയ്തത് സഞ്ജയ് ഖാന്റെ ബിനാമി കരാറുകാരാണ്. 3 ലക്ഷം രൂപയുടെ പണി പോലും നടത്താതെ ബില്ല് മാറിയെടുത്തുവെന്നും അനിൽമോൻ ആരോപിച്ചു. തുടങ്ങിയ മുഴുവൻ പദ്ധതികളും ബിനാമി കരാറുകാരെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ അഴിമതി നടത്തി പദ്ധതി പൂർത്തിയാക്കാത്ത തരത്തിലുള്ള നിലപാടുകളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആര്യങ്കാവ് പഞ്ചായത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നെടുമ്പാറ TCNM ഹൈസ്കൂളിൽ 10 ലക്ഷം രൂപ മുടക്കി ഒരു ഓഡിറ്റോറിയം ജില്ലാ പഞ്ചായത്തിന്റെ ആയിട്ട് നിർമ്മാണം നടത്തി. എന്നാൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയാണ് നടത്തിയത്. കേവലം 3 ലക്ഷം രൂപയുടെ പോലും പണി പൂർത്തിയാക്കിയതാണ് ബിനാമി കരാറുകാരനെ കൊണ്ട് ബില്ല് മാറിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആത്മസമർപ്പണത്തിന്റെയും വിശുദ്ധിയുടെയും 30 രാപ്പകലുകൾക്ക് പരിസമാപ്തി കുറിച്ച് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പത്തനാപുരത്ത് വിവിധ ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന്റെ ദൃശ്യങ്ങൾ. 30 ദിവസം നീണ്ട റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ നിറവിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും സംഗമിച്ച മുസ്ലിം സമൂഹം പെരുന്നാൾ നമസ്കാരവും ആത്മസമർപ്പണവും നടത്തി ഈദ്ഗാഹുകളിൽ നിന്ന് വിടചൊല്ലി. പ്രവാചക സന്ദേശം ഉൾക്കൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും സക്കാത്തും പകർന്നു നൽകിക്കൊണ്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൌണ്ടിൽ കേരള നജ്മത്തുൽ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ഈദ് നിസ്കാരം നടന്നത്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ മുനീർ സ്വാഹി നേതൃത്വം നൽകി. പത്തനാപുരം ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽ അമീൻ പബ്ലിക് സ്കൂൾ ഗ്രൌണ്ടിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. മൗലവി തൻസീർ ലത്തീഫ് ഈദുദിന സന്ദേശം നൽകി. നടക്കുന്ന മുസ്ലിം ജമാഅത്ത് പള്ളി, പത്തനാപുരം ടൗൺ പള്ളി, ഇടത്തറ മുസ്ലിം ജമാഅത്ത് പള്ളി, മഞ്ചള്ളൂർ കുണ്ടയം ജമാഅത്ത് പള്ളി എന്നിവിടങ്ങളിലും ചെറിയ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കടത്താൻ ശ്രമിച്ചതായി ആരോപണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിളിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കരയാളർമെത്ത കുടിവെള്ള പദ്ധതിയുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പൈപ്പുകൾ ആര്യങ്കാവിലെ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞായറാഴ്ച പൈപ്പുകൾ കടത്താൻ ശ്രമിക്കുന്നതിനിടെ സമീപവാസികൾ തടഞ്ഞു. 2006-ൽ ജില്ലാ പഞ്ചായത്താണ് പദ്ധതിക്ക് 24 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇതേ തുടർന്ന് സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പൈപ്പുകൾ ആര്യങ്കാവിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടത്താനാണ് ശ്രമം നടന്നതെന്നാണ് ആരോപണം. CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ് ആണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ഉപയോഗിച്ച പൈപ്പ് ആര്യങ്കാവ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഗോഡൌണിൽ സൂക്ഷിക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് 7 മണി സമയത്ത് ഈ പൈപ്പ് പിക്കപ്പിൽ കയറ്റുകയാണ്. അതായത് പ്രാദേശിക നേതാവായ തോമസ് മൈക്കിളും മണ്ഡലം പ്രസിഡന്റും കൂടി. പ്രത്യേകിച്ച് നാട്ടുകാർ ഈ വാഹനം തടഞ്ഞപ്പം ഈ പൈപ്പ് എവിടെ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ തോമസ് മൈക്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പൈപ്പ് തമിഴ്നാട്ടിലോട്ട് കടത്തുകയാണ് ഉണ്ടായത്. കടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഈ തോമസ് മൈക്കിൾ എന്ന് പറയുന്നത് ഒരു ബിനാമിയെ വെച്ച് ചെയ്യിപ്പിച്ച പദ്ധതിയാണ്. ഇതിൻ്റെ സമിതിയുണ്ട്, ഇതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്, ഇതൊരു വെരിഫിക്കേഷൻ കമ്മിറ്റിയാണ് ഈ വർക്ക് ചെയ്തത്. ഇതിനകത്ത് കൺവീനറുണ്ട്, ഒരു ചെയർമാനുണ്ട്. ഇവരാരും ഇല്ലാതെ ഈ പൈപ്പ് വൈകിട്ട് ഇന്നലെ 7 മണി സമയത്ത് കയറ്റുമ്പോൾ ഇതിന്
നാട്ടുകാർ പ്രതിഷേധമായി വന്നു, അവരുമായിട്ട് വാഗ്വാദം ഉണ്ടായി. പക്ഷേ ഇത് ഏതാണ്ട് ഈ തൊഴിൽദാര കുടിവെള്ള പദ്ധതി ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് DD എടുത്ത് കൊടുത്ത് കൊണ്ടുവന്ന പൈപ്പാണിത്. ഇത് ഗവൺമെൻറ് പൈപ്പാണ്. ഇത് ഗവൺമെൻറ് പൈപ്പ് അല്ല എന്ന് തോമസ് മൈക്കിൾ പറയുമെങ്കിൽ തന്നെയും ഒന്നെങ്കിൽ ഇത് സമിതിയുടെ പൈപ്പാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് പൈപ്പാണ്, അല്ലെങ്കിൽ ടോംബച്ചൻ്റെ പൈപ്പാണ്. ഇതാണ് സ്ഥിരീകരിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വാങ്ങൽ നികുതി പൂർണ്ണമായി ഒഴിവാക്കുന്നതുവരെ പണികൾ ഏറ്റെടുക്കില്ലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഓഗസ്റ്റ് 1-ന് PWD കൊല്ലം ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘടന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി മെട്രോ കരാറുകാരെ കരാർ നികുതിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും പകരം 30,000-ഓളം ചെറുകിട ഇടത്തരം കരാറുകാരുടെ മേൽ കോമ്പൌണ്ട് നികുതിയോടൊപ്പം വാങ്ങൽ നികുതി കൂടി പുതുതായി ഏർപ്പെടുത്തുകയും ചെയ്ത ധനമന്ത്രിയുടെ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. നേരത്തെ 3% കോമ്പൌണ്ടിംഗ് നികുതിയായിരുന്നു ഞങ്ങൾക്ക് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഈ 3%-ന് പുറമെ 14% വാങ്ങൽ നികുതി കൂടി ഏറ്റെടുത്ത് ഭാരിച്ച ബാധ്യത കരാറുകാരെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അത് ഗവൺമെന്റ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടും ഇത് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പണികൾ നിർത്തിവെച്ച് പാറാമണൽ, ചെമ്മണ്ണ എന്നീ 3 ഇനങ്ങളെ മാത്രം വാങ്ങൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കി കരാറുകാരുടെ പ്രതിഷേധം ഇല്ലാതാക്കാമെന്നാണ് ധനമന്ത്രി കരുതുന്നത്. ഇത് സ്വീകാര്യമല്ല. ജില്ലയിലെ മുഴുവൻ കരാറുകാരും ജില്ലയിലെ ഏക വർക്ക്സ് കോൺട്രാക്ട് നികുതി ഓഫീസ് കയറിയിറങ്ങി കൈക്കൂലി നൽകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സർക്കാരിന് അധിക വരുമാനമില്ലാത്ത ഈ ഏർപ്പാട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കരാറുകാരെ പിഴിയുന്നതിന് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് പൂർണ്ണമായി പിൻവലിക്കുന്നതുവരെ പുതിയ പണികൾ തങ്ങൾ ഏറ്റെടുക്കില്ലെന്ന് സംഘടന വ്യക്തമാക്കി. ഈ ആഗസ്റ്റ് 1 മുതൽ കേരളത്തിലെ എല്ലാ കരാറുകളും ചിട്ടപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എടുത്തെടുത്ത പണികളെല്ലാം നിർത്തിവെക്കുകയും ചെയ്യുന്നു. നിർത്തിവെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ടാണ്. ഒന്ന് എന്ന് പറയുന്നത്, കഴിഞ്ഞ 2013 സെപ്റ്റംബർ മാസം വരെയുള്ള മുതലുള്ള കുടിശ്ശിക 2250 കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിലെ കരാറുകാർക്ക് ഗവൺമെന്റ് കൊണ്ടുവരുവാനുണ്ട്. ഈ റംസാൻ പോലും ഒരു ശകലം പൈസ പോലും ആർക്കും ഒരു കരാറുകാർക്കും കൊടുത്തില്ല. ഒരു മാസം പൈസ കൊടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറയുന്നത് കൊടുക്കുന്നില്ല. 2013 സെപ്റ്റംബറിന് ശേഷമുള്ള 2250 കോടി രൂപയുടെ ബില്ലുകൾ കുടിശ്ശികയാണ്. റംസാന് പോലും 1 രൂപ കരാറുകാർക്ക് നൽകിയില്ല. ഈ നടപടി ലജ്ജാകരമാണ്. ഓഗസ്റ്റ് 1-ന് കൊല്ലം PWD ഓഫീസിലേക്ക് കരാറുകാർ മാർച്ച് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. മാർച്ചിൽ MLA-മാരായ PK ഗുരുദാസൻ, MA അസീസ്, കോവൂർ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിക്കും. ഈ മാസം 1-ാം തീയതി രാവിലെ 10 മണിക്ക് കൊല്ലം PWD ഓഫീസിലേക്ക് കരാറുകാർ മാർച്ച് നടത്തുകയും അത് ആ മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് MLA-മാരായ PK ഗുരുദാസൻ, MA അസീസ്, കോവൂർ കുഞ്ഞുമോൻ എന്നിവർ സംസാരിക്കുകയും ചെയ്യുന്നതാണ്. കേരളത്തിലെ ഉള്ള വൻകിട കൂറികളും പ്രശ്നന്മാരുടെയും അതുപോലെ തന്നെ സ്വർണ്ണക്കടക്കാരെയും 3% വാങ്ങുന്ന രീതിയിലാണ് ഗവൺമെന്റ് കോമ്പൗണ്ടിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 50 ലക്ഷം രൂപയിൽ താഴെ വർക്കുകൾ ചെയ്യുന്ന സാധാരണ ഇടത്തരം കരാറുകാരെ അവർക്ക് ഈ 3-ന്റെ പുറമെ അവർ ഞങ്ങൾക്ക് ബില്ല് കൊടുത്ത് കാശ് കൊടുത്ത് മേടിക്കുന്ന പൈസ, ടാക്സ് അടച്ച് മേടിക്കുന്ന പൈസ ആയിരിക്കുന്ന സാധനത്തിന് വീണ്ടും വന്നാട്ട് തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് കരാറുകൾ തിരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ, ജില്ലാ സെക്രട്ടറി സത്യരാജ്, ഷിബു P, ഷാജിമോൻ, മോഹനൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ റിയ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അടുത്തിടെ നടന്ന സൂപ്പർവൈസർ നിയമനത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. തെന്മല റിയ എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് യോഗം സംഘടിപ്പിച്ചത്. എസ്റ്റേറ്റ് മാനേജ്മെന്റിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനമായാണ് തൊഴിലാളികൾ യോഗത്തിനെത്തിയത്. അടുത്തിടെ റിയ മാനേജ്മെന്റ് പുതിയ സൂപ്പർവൈസറെ നിയമിച്ചത് വിവാദമായിരുന്നു. തൊഴിലാളികളുടെ ആശ്രിതർക്ക് മുൻഗണന നൽകണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തിയാണ് മാനേജ്മെന്റ് നിയമനം നടത്തിയത്. വിശദീകരണ യോഗം പ്ലാന്റേഷൻ ലേബർ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി S.J. മോഹൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്ന് S.J. മോഹൻ ആവശ്യപ്പെട്ടു. ലേബർ ആക്ട് അറിയില്ലെങ്കിൽ മാനേജ്മെന്റ് അത് പഠിക്കുക തന്നെ വേണമെന്ന് ജയമോഹൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ എന്ത് സ്വീകരിച്ചാലും ഞങ്ങളോടൊപ്പം നിൽക്കാൻ ചിലരുണ്ട് എന്ന അഹങ്കാരത്താൽ തൊഴിലാളികൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇപ്പോൾ മാനേജ്മെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട പ്രമോഷനിലൂടെ ലഭിക്കേണ്ട സൂപ്പർവൈസർ തസ്തിക, ടാപ്പിംഗ് സൂപ്പർവൈസർ തസ്തിക മറ്റൊരാളിനെ ആ തസ്തികയിലേക്ക് തിരികെ കയറ്റി തൊഴിലാളികളുടെ പ്രതിഷേധം കൊണ്ട് എസ്റ്റേറ്റിൽ ഇറക്കാൻ കഴിയാതിരുന്നപ്പോൾ
ഏതെങ്കിലും ഒരു മൂലയിൽ ഓഫീസിൽ ഇരുത്തി തരം കിട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തൊഴിലാളികളുടെ ഇടയിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒരാഴ്ച കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ടാപ്പിംഗ് സൂപ്പർവൈസർ പോലെയുള്ള ഒരു ഒഴിവ് വരുമ്പോൾ അത് ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള അവരിൽ നിന്നുമാണ് അത് എടുക്കേണ്ടത്. പ്ലാന്റേഷൻ ലേബർ ആക്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോയി പഠിച്ചു നോക്കണം. യൂണിയൻ നേതാക്കൾക്കെതിരെ പോലീസ് എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിന് തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീനിവാസൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം VS മണി സ്വാഗതം പറഞ്ഞു. CITU കഴുതുരുട്ടി മേഖലാ സെക്രട്ടറി പ്രദീപ്, R സുരേഷ്, തോമസ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. കടയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പുതിയ ബാച്ച് അനുവദിക്കുന്നതുവരെ SFI നിരന്തര പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മികച്ച വിജയശതമാനമുള്ള സ്കൂളിന് പുതിയ ബാച്ച് നിഷേധിച്ചതിൽ പ്രതിഷേധം വ്യാപകമാണ്. SFI ചിങ്ങേലി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2000 ഒപ്പുകൾ ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം, വിദ്യാഭ്യാസ മന്ത്രിക്ക് 2000 SMS-കൾ എന്നിങ്ങനെയാണ് SFIയുടെ പ്രതിഷേധ പരിപാടികൾ. കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 43 ഫുൾ A+ ഉൾപ്പെടെ 480ഓളം കുട്ടികൾ പാസ്സാവുകയും മികച്ച വിജയശതമാനം നേടുകയും ചെയ്ത കടക്കൽ സ്കൂളിന് പുതുതായി 2 ബാച്ചുകൾ കൂടി അനുവദിക്കണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിക്കപ്പെട്ടപ്പോൾ കടക്കൽ സ്കൂളിനെ ഒഴിവാക്കി. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതുവരെ സമരം തുടരുമെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. 42 ഫുൾ A+ വായിച്ച് 1 ബില്യൺ കരസ്ഥമാക്കിയ ജില്ലയിലെ തന്നെ 1ാം സ്ഥാനം നേടിയ വിദ്യാലയമാണ് ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ പുതിയ ബാച്ച് എന്തുകൊണ്ടും വരാൻ അർഹതയുള്ളൊരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. എങ്കിലും സർക്കാരിൻ്റെ ഒരു വളരെയധികം തഴയുന്ന രീതിയിലാണ് നമ്മൾ ഈ വിദ്യാലയത്തെ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള നമ്മളെ മുന്നിട്ട് നിൽക്കുന്ന ഈ വിദ്യാലയത്തെ വളരെയധികം നല്ല താഴെ തട്ടിലേക്ക് തഴഞ്ഞു കളയുന്ന രീതിയിലേക്ക് തഴഞ്ഞൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് SFI ക്യാമ്പയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ക്യാമ്പയിനിൽ ഈ 2000 വിദ്യാർത്ഥികളുടെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയാണ്. അതുപോലെ മുഖ്യമന്ത്രിക്ക് 2000 SMS അയച്ച് നമ്മുടെ പ്രതിഷേധം അറിയിക്കും. SFI കടക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിശാഖ് S, അരുൺ ബോസ്, വെങ്കടേഷ്, ബിജീഷ് V എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിന്റെ നടപടിക്കെതിരെ പത്തനാപുരത്ത് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നു. ലോകത്ത് ഇന്ന് ഭീകരത നിലനിൽക്കുന്നത് ഇസ്രയേലിൽ മാത്രമാണെന്നും അമേരിക്കൻ ഭീകരതയുടെ കൂട്ടാളിയാണ് ഇസ്രയേലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രതിഷേധിക്കുവാൻ ലോകത്തെ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർ ഒന്നിച്ചൊന്നായി മുന്നേറുമ്പോൾ പത്തനാപുരത്തെ വിവിധ മുസ്ലിം സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലിയാണ്. നടക്കുന്ന ജമാഅത്ത് അങ്കണത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. റാലി പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം തലച്ചിറ ഷാഹുൽ ബാവി മൌലവി ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ ജനതയെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രായേലിന്റെ ഭീകരവാഴ്ചയ്ക്ക് ലോക മനസാക്ഷി മാപ്പു നൽകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൊളംബസ് ലോകത്ത് പരിചയപ്പെടുത്തിയ വെറും 500 വർഷം മാത്രം പഴക്കമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആ 500 വർഷം മാത്രം പഴക്കമുള്ള അമേരിക്ക എന്ന് പറയുന്ന അങ്കിൾ സാവിന്റെ രാജ്യം, ആ രാജ്യത്തിന്റെ ഒരു നിർണായക ശക്തിയായി വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ജാരസന്തതിയെ അവർ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്കിൾ സാമിന്റെ ജാരസന്തതിയാണ് ഇസ്രയേൽ എന്നുള്ള ഒരു ഭീകര രാഷ്ട്രം. പ്രമുഖ മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗാന്ധി ഭവനിൽ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വ്യാഴാഴ്ച സംഘടിപ്പിക്കുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ പ്രദീപ് ഗുരുകുലം അറിയിച്ചു. തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായിട്ട് 125 വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയ മെഗാ മെഡിക്കൽ ക്യാമ്പ് പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്നത്. 50-ൽ പരം അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഡോക്ടർമാർ രോഗികളെ രോഗനിർണയം നടത്തി സൗജന്യമായി ഔഷധങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R ബാലകൃഷ്ണപിള്ള, പുനലൂർ MLA K രാജുവിന്റെ അധ്യക്ഷതയിൽ നിർവഹിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുമ്പാറ TCNM ഹൈസ്കൂളിലെ +2 വിവാദം. MLA അഡ്വക്കേറ്റ് K രാജുവിനെതിരെ പ്രസ്താവന നടത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാനെതിരെ CPI. MLAയെ കരിവാരിത്തേക്കാൻ ശ്രമമെന്ന ആരോപണം. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയെന്ന CPIയുടെ ആരോപണം. ആര്യങ്കാവിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മൈക്കിളിന്റെ നേതൃത്വത്തിൽ കടത്താൻ ശ്രമമെന്ന ആരോപണം.
വാങ്ങൽ നികുതി പൂർണ്ണമായി ഒഴിവാക്കുന്നതുവരെ പണികൾ ഏറ്റെടുക്കില്ലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഗസ്റ്റ് 1 PWDയുടെ കൊല്ലം ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചെറിയ പെരുന്നാൾ അവധിയുടെ മറവിൽ ചിതറയിൽ മണ്ണുമാഫിയയുടെ വിളയാട്ടം. തലവരമ്പിൽ തിങ്കളാഴ്ച രാത്രി കൃഷിയിടം മണ്ണിട്ട് നികത്താൻ ശ്രമം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.